ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, വമാ ദീനുക, മലക്കവനോട് വീണ്ടും ചോദിക്കും അത്രേ, നിന്റെ ദീൻ ഏതാണ്? ദീനിയൽ ഇസ്ലാം, എന്റെ ദീൻ ഇസ്ലാം ദീനാണ്. മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ പറയും, അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തപ്പെടുത്തട്ടെ. കാഫിറാണെങ്കിൽ പറയൂല. അവന്റെ ദീൻ ഏതാണെന്ന് വെച്ചാൽ അത് വ്യക്തമായി കൊടുക്കും. ഇല്ലെങ്കിൽ എനിക്കൊന്നും അറിയില്ല എന്ന് പറയും. അവനെ വീണ്ടും ആ ദണ്ട് കൊണ്ടടിക്കും, ശിക്ഷിക്കും. മുഹമ്മദ് റസൂലുള്ളാഹി വീണ്ടും അവനോട് ചോദിക്കും, വമാ ഇമാമുക, നിന്റെ ഇമാം ഏതാണ്? വമാ ഇമാമുക, ഏതാ ഇമാം? ഏതാ? ഖുർആൻ. അപ്പൊ ഷാഫി ഇമാമോ? ഷാഫി ഇമാം ഇമാമാണോ? ബിസ്മില്ലാഹ്. ചില ആളുകൾ അവിടെ സംശയാക്കാറുണ്ട്. ഷാഫി ഇമാമിനെ ചോദിക്കുക, ആ ചോദ്യം കൊണ്ട് മനസ്സിലാകും. കാരണം വമാ ഇമാമുക എന്നാണ് ചോദിക്കുന്നത്, വമൻ ഇമാമുക എന്നല്ല. അൽഫിയ ഓതാണ് വമൻ വമാ വഅൽ തുസാവി മാ ദുകിർ വഹകദാ ഇൻദ തയ്യിൻ ശുഹീർ. മൻ മാ, ഇത് രണ്ടും രണ്ടാണ്. മാ എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് അറബി ഗ്രാമർ അറിയാവുന്നവർക്കറിയാം, അത് ഗൈറു കലാഇനെ പരിഗണിച്ചിട്ടാണ്. ബുദ്ധിയില്ലാത്തവർക്ക് ഉപയോഗിക്കുന്നതാണ് മാ എന്നുള്ളത്. ബുദ്ധിയുള്ള ആൾക്കാർക്ക് എന്ത് ഉപയോഗിക്കാം? മൻ എന്നുള്ള പദം ഉപയോഗിക്കാം. അപ്പൊ അവരോട് ചോദിക്കുന്നത് എങ്ങനെയാണ്? ആ ചോദ്യത്തിലും തിരിയും. മാ ഇമാമുക എന്നാണ്, വമാ ഇമാമുക, നിന്റെ ഇമാം ഏത് എന്നാണ്. അപ്പൊ മനസ്സിലായി, മാ എന്നുള്ള പദം ബുദ്ധിയുള്ളവർക്കല്ല, ഗൈറു കലാ ആണ്, ബുദ്ധിയില്ലാത്തവർക്കുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അവിടെ ചോദിക്കുന്നത് ആരെയാണ്? നാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ മറിച്ച് ഖുർആനാണ്. ഷാഫി ഇമാമിനെ ആണെങ്കിൽ എങ്ങനെ ചോദിക്കണം? വമൻ ഇമാമുക എന്ന് ചോദിക്കണം. പറഞ്ഞ മനസ്സിലായോ? ഖബറുള്ള ചോദ്യോത്തരം പഠിപ്പിക്കാനേ ജീവിതം പഠിച്ചു വെച്ചു. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതൊക്കെ മനസ്സിലാക്കണ്ട, ഓരോന്നും മനസ്സിലാക്കി പോകണ്ട. അതിനാണ് ഇത് പറഞ്ഞത്. വമാ ഇമാമുക ഇമാമി അൽ ഖുർആൻ, ഇമാമി അൽ ഖുർആൻ, എന്റെ ഖുർആൻ ഇമാമാണ്. ദുനിയാവിൽ അശ്ലീലമാക്കപ്പെട്ടതാകുന്ന പുസ്തകങ്ങളുമായി ജീവിതത്തെ നയിച്ചതാകുന്ന പ്രിയപ്പെട്ട ഉമ്മ, എത്രയോ വാരികളാണ് ആഴ്ചകൾ തോറും നീ വാരിക്കൂട്ടിയത്. കളിക്കുടുക്കുകൾ, ബാലരമകൾ വാങ്ങിക്കൂട്ടിയ പ്രിയപ്പെട്ട മക്കളെ, ഇമാമേതാണ്? ഖുർആൻ ഓതാറുണ്ടോ? ഖുർആൻ പരിചയമുണ്ടോ? മദ്രസയിൽ നിന്ന് വന്നാൽ കളിക്കുടുക്കയെടുക്കാതെ ഖുർആൻ ഒന്ന് ഒരാവർത്തിയെങ്കിലും ഓതണേ. ഉസ്താദ് പഠിപ്പിച്ച പാഠഭാഗങ്ങളൊന്ന് ഓതണേ. ആരായത് ശ്രദ്ധിക്കുന്നു? അമ്മ എന്ന് പറയുന്ന പോലുമില്ല, പാപ്പ എന്ന് നിർദ്ദേശിക്കുന്ന പോലുമില്ല. നമ്മൾ കളിക്കുടുക്ക ശനിയാഴ്ച വരും, മറ്റേത് ചൊവ്വാഴ്ചയും വരും. ബാലഭൂമി, ബാലരമ എന്ത് വേണമെങ്കിലും മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ആഴ്ച അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു. ഉമ്മാക്ക് വേണ്ടി എന്തെങ്കിലും ആഴ്ചപ്പതിപ്പ് കൊണ്ട്, ഞാന വേണമെങ്കിൽ കെട്ടിയവനിടയ്ക്ക് കൊണ്ട് തരും, വനിത കൊണ്ട് തരും, എന്ത് വേണമെങ്കിലും റാഹത്ത്. വീട്ടിലിരുന്ന് എല്ലാം വായിച്ച് പരീക്ഷയാണ്, PSCക്ക് അടുത്ത ടെസ്റ്റിന് എഴുതി പാസ്സാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നാളെ ചോദിക്കും, വമാ ഇമാമുക, നിന്റെ ഇമാം ഏതാന്ന് ചോദിക്കുമ്പോ ഞാൻ ഇമാമി എന്ന് പറയേണ്ടി വരും. യഊദു ബില്ലാഹ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ വെറുതെ പറയാണോ? ഇതൊക്കെ നമ്മുടെ വീടുകളിൽ നിത്യേന ഉണ്ടായ സംഭവമല്ലേ? അത്യാവശ്യ കാര്യങ്ങൾ, പൊതുവിവരങ്ങൾ അറിയണം, വേണ്ട എന്നല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉപയുക്തം വിശുദ്ധ ഖുർആനാണ്. അശ്ലീലതകൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് ജനറൽ നോളേജുകൾ, കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് തന്നെയാണ്, അറിവ് പഠിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അശ്ലീല ചുവയുള്ള പുസ്തകങ്ങൾ പരിപൂർണമായി ഒഴിവാക്കണം. ഇല്ലെങ്കിൽ അതായിരിക്കും അവൻ വിളിച്ചു പറയുക എന്ന് ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. വമൻ ഖവാനുക വമൻ ഖവാതുക, നിന്റെ സഹോദരൻ ആരാണ്? നിന്റെ സഹോദരി ആരാണ്? സമയം കഴിഞ്ഞു കേട്ടോ, 12 ഞാൻ വേഗം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, സമയം പോയി. നിന്റെ സഹോദരൻ ആരാണ്? നിന്റെ സഹോദരി ആരാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സാലിഹായ മനുഷ്യനാണ് എങ്കിൽ, സാലിഹത്തുകളാകുന്ന ഉമ്മയാണ് എങ്കിൽ വിളിച്ചു പറയും അത്രേ, ഇഖ്വാനിയൽ മുസ്ലിമൂൻ വഅഖവാതിയൽ മുസ്ലിമാത്, മുസ്ലിമീങ്ങളാണ് എന്റെ സഹോദരങ്ങൾ, മുസ്ലിം സഹോദരിമാരാണ് എന്റെ സഹോദരിമാര്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്.
ലോകത്തിന്റെ നായകൻ തന്നെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുന്നു, സഹാബ, ഖബറിലെ ഈ ചോദ്യോത്തരത്തിൽ നിന്ന് ഒരാളും ഒഴിവാകുകയില്ല, ഒരാള് പോലും രക്ഷപ്പെടുകയില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇദാ ഫറഗതും മിന തശഹുദി ഫതഅവദൂ മിൻ അർബഇൻ സദഖ റസൂലുള്ളാഹി. അത്തഹിയാത്തിൽ നിന്ന് നിങ്ങൾ വിരമിച്ചു കഴിഞ്ഞാൽ സ്വലാത്ത് ചൊല്ലിയതിനു ശേഷം 4 കാര്യങ്ങളെ തൊട്ട് നിങ്ങൾ കാവൽ തേടണേ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നമ്മൾ ഈ സംഭവം പഠിച്ചിട്ട് പോകണം. നമ്മൾ ചെയ്യുന്നവരാണ്, പക്ഷെ ഇതുവരെ അതിന്റെ അർത്ഥം അറിഞ്ഞിരുന്നില്ല. നമ്മൾ അർത്ഥം അറിയാൻ പോകും. പലരും ശ്രദ്ധിക്കുന്നില്ല. അത്തഹിയാത്തിലൂടെ ഇരിക്കുന്നു, അത്തഹിയാത്തിലും പറക്കുന്നു, കഴിഞ്ഞു. എന്താണ് അവിടെ ചെല്ലുന്നത് ഒന്നും അറിയൂല, മനസ്സിലാക്കുന്നില്ല. അത്തഹിയാത്ത് വലിയ ശ്രേഷ്ഠതയാണ്. അതില്ലെങ്കിൽ നിസ്കാരം ശരിയാവൂല. നമസ്കാരം, അതിനുശേഷമുള്ള നബിയുടെ മേൽ സ്വലാത്ത്, കുടുംബാദികളുടെ മേൽ സ്വലാത്ത്, അതും അഭികാമ്യമാണ്. എന്നാൽ അതിനുശേഷമുള്ള ദുആ വളരെയേറെ ശ്രേഷ്ഠമായ സുന്നത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ പഠിപ്പിക്കും. നിങ്ങൾ ആ 4 കാര്യത്തെ തൊട്ട് കാവൽ തേടണേ. ബഅദ തശഹുദി, അത്തഹിയാത്തിന് ശേഷം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അവസാനത്തെ ദുആ എല്ലാവരും ഒന്ന് ചൊല്ലിക്കോ, ഉറക്കെ ചൊല്ലും. അല്ലാഹുമ്മഗ്ഫിർ ലീ മാ ഖദ്ദംതു വമാ സറർതു വമാ അഅലൻതു وما أسرفت وما أنت أعلم به مني أنت المقدم وأنت المؤخر لا إله إلا أنت اللهم إني أعوذ بك من عذاب القبر ومن فتنة النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. വലിയ ശ്രേഷ്ഠതയാണ്. നമ്മളിന്ന് പഠിച്ചിട്ട് പോകുന്നത് നിസ്സാരമായ ഒരു ദുആ ആയി നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണ്. ഈ സദസ്സ് പിരിയുമ്പോൾ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടേ. ഇപ്പൊ ഖബറിന്റെ ശിക്ഷയൊക്കെ നമ്മൾ കുറച്ച് കേട്ടു. ഇനി ആ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണ്ടേ? മുങ്കർ നക്കീർ അലൈഹിസ്സലാമിന്റെ ചോദ്യങ്ങളിൽ നിന്ന് ഉത്തരം പറയാൻ കഴിയണ്ടേ? റഹ്മാൻ എന്ന മലക്ക് വരുമ്പോൾ നന്മകൾ രേഖപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് തരണ്ടേ? പേടിക്കാതെ ഭയചകിതമാകുന്ന അന്തരീക്ഷത്തിൽ ഖബർ വന്നിട്ട് നമ്മളെ ഭീതിപ്പെടുത്തുമ്പോ, ഞാനാണടാ ഖബർ, എന്റെ വീട്ടിലേക്കാണ് നീ വരേണ്ടത്, എന്നിലേക്കാണ് നീ വന്നിരിക്കുന്നത്, ഞാൻ പുഴുക്കളുടെ വീടാണ്, ഞാൻ ഒറ്റപ്പെടലിന്റെ വീടാണെന്ന് പറയുമ്പോ പേടിക്കാതെ നിലകൊള്ളാൻ നമുക്ക് കഴിയണ്ടേ? അതിനെന്ത് വേണം? നീ സൂറത്തുൽ മുൽക്ക് ഓതണേ മുഹമ്മദുർ റസൂലുള്ളാഹി. നീ അലിഫ് ലാം മീം സജദ ഓതണേ മുഹമ്മദുർ റസൂലുള്ളാഹി. നീ പ്രവാചകരെ സ്നേഹിക്കണേ ഹബീബ് റസൂലുള്ളാഹി. നീ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതോടൊപ്പം തന്നെ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം അധികരിപ്പിക്കണേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെല്ലാം നിന്റെ ജീവിതത്തിൽ അനിവാര്യമാണ്. അതെല്ലാം വേണം. അതോടൊപ്പം തന്നെ നരകത്തെ തൊട്ടും ഖബറിനെ തൊട്ടും കാവൽ തേടൽ വേണം. ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട്, നരകത്തെ തൊട്ട്, ഖബറിന്റെ ശിക്ഷയെ തൊട്ട്, ഈ ദുനിയാവിലെ ജീവിതത്തിലും മരിക്കുന്ന സന്ദർഭത്തിലും ഉണ്ടാകുന്ന ഫിത്നയെ തൊട്ടും നീ കാവൽ തേടണേ ഹബീബ് റസൂലുള്ളാഹി. 4 കാര്യങ്ങളെ തൊട്ടാണ് അവർ കാവൽ തേടുന്നത്. എത്ര കാര്യമുണ്ട്? 4 കാര്യമുണ്ട്. ഏതൊക്കെയാണത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. അല്ലാഹുവേ, പടച്ചറബേ, ഖബറിന്റെ ശിക്ഷയെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ്. ഇതാണ് ആയിഷ ബീവി പറഞ്ഞത്. അള്ളാന്റെ റസൂൽ ഖബറിനെ പേടിച്ച് ഒരു രാത്രിയിൽ എഴുന്നേറ്റിട്ട് പിന്നീട് നബി തങ്ങളുടെ എല്ലാ നമസ്കാരത്തിലും ആ ദുആ ഉണ്ടായിരുന്നു. ഖബറിനെ തൊട്ട് കാവൽ തേടലുണ്ടായിരുന്നു. വിധങ്ങൾ കാവൽ തേടണമെങ്കിൽ പിന്നെ നമ്മൾ എന്തായാലും ഒഴിവാക്കാൻ പറ്റൂല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാവൽ തേടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ നമസ്കാരത്തിൽ വളരെ ശ്രദ്ധിക്കണം. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് ആ ദുആയിലൊക്കെ അർത്ഥം? അല്ലാഹുമ്മ ഗ്ഫിർ ലീ മാ ഖദ്ദംതു. അല്ലാഹുവേ, മുൻപിച്ച് ഞാൻ പ്രവർത്തിച്ച സർവ്വ പാപങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. വമാ അഖർതു, ഞാൻ പിന്തി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും എനിക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. വമാ അലൻതു, ഞാൻ പരസ്യമായി ചെയ്തതാകുന്ന തെറ്റുകളും എനിക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. വമാ അസ്റഫ്തു,
ഞാൻ അമിതമായി ചെയ്ത കാര്യങ്ങളും നീ എനിക്ക് പുറത്തു തരണേ അല്ലാഹ്. വമാ അൻത അലമു ബിഹി മിന്നി, എന്റെ കാര്യങ്ങൾ എന്നേക്കാൾ കൂടുതൽ അറിയുന്നതാകുന്ന നാഥാ, ആ കാര്യങ്ങൾ മുഴുവനും അതിലുള്ള തെറ്റുകൾ മുഴുവനും എടുത്ത് പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹുമ്മ ലാ ഇലാഹ ഇല്ലാ അൻത, ആരാധനക്കർഹൻ നീയല്ലാതെ മറ്റാരുമില്ല അല്ലാഹ്. അല്ലാഹുമ്മഗ്ഫിർലി മാ ഖദ്ദംതു യാ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ്. വമിൻ അദാബിൻ നാർ, നരകീയ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാഹ്. വമിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാത്ത്, ജീവിത കാലഘട്ടത്തിലുള്ള ഫിത്നകൾ, എന്റെ കച്ചവട സംബന്ധമായ ഫിത്നകൾ, എന്റെ ബിസിനസ് സംബന്ധമായ ഫിത്നകൾ, എന്റെ തൊഴിലിൽ കൂടോത്രം ചെയ്യുന്നവരുടെ ഫിത്നകൾ, എന്റെ ബിസിനസ്സിൽ കൂടോത്രം ചെയ്യുന്നവരുടെ ഫിത്നകൾ, എന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ, എന്റെ ജീവിതത്തിൽ ഞാൻ ഏതൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടോ ആ ബന്ധപ്പെടുന്ന ജീവിതത്തിന്റെ മുഴുവൻ കാലഘട്ടത്തിലുള്ള എല്ലാ ഫിത്നകളെ തൊട്ടും വൽ മമാത്ത്, മരണാസന്നമാകുന്ന ഫിത്നകൾ ഉണ്ടല്ലോ, മരണമാസന്നമാകുന്ന ഫിത്നകൾ ഉണ്ടല്ലോ. മരിക്കാൻ കടക്കുന്ന സമയത്ത് ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിക്കുമ്പോ, ഖബറിൽ വെച്ചുകൊണ്ട് ചോദിക്കുമ്പോഴും ഇബ്ലീസ് വന്നുകൊണ്ട് പറയും അത്രേ, ഞാനടാ നിന്റെ റബ്ബെന്ന് നീ പറയണേ എന്ന് പറയുമ്പോ, അത്തരത്തിലുള്ള ഫിത്നകളെ തൊട്ടെല്ലാം വമിൻ ഫിത്നത്തിൽ മമാത്ത്, മരണാസന്നമാകുമ്പോഴുള്ള ഫിത്നയുണ്ടല്ലോ, കലിമ ചൊല്ലാതെയുള്ള അവസ്ഥകളുണ്ടല്ലോ, അതിനെ തൊട്ടെല്ലാം നീ എന്നെ കാക്കണേ അല്ലാഹ്. വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ടും എന്നെ നീ കാക്കണേ അല്ലാഹ്, എന്നെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ 4 കാര്യങ്ങളെ തൊട്ട് കാവൽ ചോദിക്കാതെ ഒരൊറ്റ നമസ്കാരവും പൂർത്തീകരിച്ചിരുന്നില്ല എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുമ്പോ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ചെറുപ്പക്കാരെ, നമ്മുടെ ജീവിതത്തിൽ ചിട്ട വരുത്തണേ, ചിട്ട വരുത്തണേ. നമസ്കാരം അലസമായി കൊണ്ടുവരാനുള്ള അമലല്ല, നിസ്സാരമായി വൽക്കരിക്കേണ്ട അമലല്ല, അതിൽ ശ്രദ്ധ പതിപ്പിക്കണേ. അവസാനത്തെ തഹിയ്യാത്ത് ശ്രദ്ധിക്കണേ, അതിനുശേഷമുള്ള സലാത്ത് ശ്രദ്ധിക്കണേ, അതിനുശേഷമുള്ള ഈ 4 കാവൽ തേടുന്ന ദുആവും പ്രത്യേകം ഗൗനിക്കണേ, ഗൗനിക്കണേ. ഹബീബായ നബി തങ്ങളെ കുറിച്ച് സഹാബത്ത് പറയുകയാണ്, കാന യതഅല്ലമുനാ ഹാദാ ദുആ കമാ യതഅല്ലമുനാ അസ്സൂറത മിനൽ ഖുർആൻ. ഹബീബായ നബി തങ്ങൾ ഈ ദുആ ഞങ്ങൾക്ക് പഠിപ്പിക്കുമായിരുന്നു. പരിശുദ്ധമായ ഖുർആൻ എപ്രകാരമാണോ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്, അപ്രകാരം ആവർത്തിച്ച് പറഞ്ഞു തന്ന് ഞങ്ങളുടെ മനസ്സിൽ ഹൃദയസ്ഥമാക്കി റസൂലുള്ള പഠിപ്പിച്ചിരുന്നുവെന്ന് സ്വഹാബത്ത് പറയുമ്പോ, ശ്രദ്ധിക്കണേ ഉമ്മമാരെ, ഒരു നിസ്സാരമായ പ്രാർത്ഥനയല്ല. ഖബർ ചെറുതല്ല, ചെറുതല്ല, അത് നിസ്സാരമല്ല, അത് നിസ്സാരമല്ല. ഹബീബായ നബി തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, മാ റഅയ്തു മൻളറൻ ഖത്തോ ഇല്ലാ വൽ ഖബറു അഫളഅ മിൻഹു. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട, ഏറ്റവും ഭീമത്സകമാകുന്ന, ഏറ്റവും ഭയാനകരമാകുന്ന സ്ഥലം ഏതെന്നറിയുമോ? അത് ഖബറാണ്, ഖബറാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. കരുനാഗപ്പള്ളിയുടെ ഖബർസ്ഥാനിൽ വടവൃക്ഷങ്ങളുടെ ചുവട്ടിലേക്ക് തലചായിക്കണ്ടയോ? നാളെ പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് പോയി കടക്കണ്ടയോ? പ്രിയപ്പെട്ട സഹോദര, തഴവാ കുറ്റിപ്പുറത്ത് നിന്ന് വന്നവരല്ലയോ? ആ തെക്കേ പള്ളിയുടെ ഖബർസ്ഥാനം നമുക്ക് വേണ്ടി പ്രവിശാലമല്ലയോ? വെളുത്ത മണൽ ജമാഅത്തിൽ നിന്ന് വന്നവരല്ലയോ? ഖബർസ്ഥാനമുള്ളവരല്ലയോ? എത്രയോ പള്ളികളിൽ നിന്ന്, എത്രയോ മഹല്ലത്തിൽ നിന്ന് വന്നവരാണ് ഖബറിലേക്ക്
പോകണ്ടേ ഉമ്മ, ഖബറിലേക്ക് പോകണ്ടേ ഉപ്പ? അമലുണ്ടോ, അമലുണ്ടോ? പ്രവാസ ലോകത്ത് നിന്ന് വാത് കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര, റസൂലുള്ളാഹി ഇഷ്ടപ്പെടണേ, അല്ലാഹുവിന്റെ റസൂലിനെ പ്രേമിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ ഉറങ്ങുന്ന മണ്ണ് അത് മദീനയാണ്, മദീനയാണ്. ആ മദീനയോട് പോലും നീ പ്രണയം വെക്കണേ. മൻ മറാദ അയ്യുമീത ബിൽ മദീന ഫല്യുമിത് ഫിഹാ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലയോ, ആരെങ്കിലും മദീനയെ പ്രണയിച്ച് ആ മദീനയിൽ മരിക്കണമെന്ന് ആരെങ്കിലും ഉദ്ദേശിച്ചാൽ ഫല്യുമിത് ഫിഹാ, ആ മദീനയിൽ അവൻ മരിച്ചു കൊള്ളട്ടെ, ആ മദീനയിൽ അവൻ മരണപ്പെട്ടു കൊള്ളട്ടെ. ഫൈനി അന ശാഫിഉൻ ലഹു വ മുശഫിഉൻ ലഹു യൗമൽ ഖിയാമ. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ, അല്ലാഹുവിന്റെ കോടതിയിൽ, ഈ ദുനിയാവിലെ നമുക്ക് വലുത്, ഈ ദുനിയാവിലെ ഫാസിസ്റ്റിന്റെ ശക്തികളെ തകർത്തെറിയാൻ, ഈ ദുനിയാവിലെ പടച്ച റബ്ബിന് എതിരെ വരുന്ന തന്ത്രശാലികളുടെ കുതന്ത്രങ്ങളെ തച്ചുടയ്ക്കാൻ കഴിവുള്ളവനാകുന്ന പടച്ച റബ്ബ്, അവന്റെ അധികാരം നാളെ പടച്ച റബ്ബാണ് അവന്റെ ദർബാറിൽ നൽകുകയാണ്. അവൻ ആലമുൽ അർവാഹിലാണ്. ആലമുൽ അർവാഹിൽ വെച്ചുകൊണ്ട്, ആലമുൽ ഹശറിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുന്നതാകുന്ന സന്ദർഭത്തിൽ ഫൈനി അന ശാഫിഉൻ ലഹു വ മുശഫിഉൻ ലഹു യൗമൽ ഖിയാമ. എന്നെ പ്രണയിച്ച് അവസാനം മദീനയിൽ മരിക്കുന്നതാകുന്ന സഹോദരന് തീർച്ചയായും ഞാൻ അവനെ ശുപാർശ ചെയ്ത് സ്വർഗ്ഗത്തിലെത്തിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലണേ, അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ മദ്ഹ് ചൊല്ലണേ, മദ്ഹ് ചൊല്ലണേ. ആ പ്രവാചകനെ പ്രകീർത്തിക്കുന്നവർക്ക്, പ്രവാചകനെ പ്രഘോഷണം നടത്തുന്നവർക്ക്, ആ പ്രവാചകനെ പ്രകീർത്തനത്തിന്റെ വചനങ്ങൾ ഉരുവിട്ട് ആലപിക്കുന്നവർക്കാണ് ഖബറിൽ സന്തോഷം, സന്തോഷം. ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ സ്വപ്നത്തിൽ കാണുകയാണ്, കാണുകയാണ്. സ്വർഗത്തിന്റെ മണിമാളികൾ ഉല്ലസിക്കുകയാണ്. ചോദിച്ചു പോയി, നിങ്ങൾ എത്ര വലിയ ഉന്നതിയിലേക്ക് എത്താൻ കാരണമെന്താണ്? ഹുബ്ബുൻ നബി, ഹുബ്ബുൻ നബി. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങൾ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിച്ചതുകൊണ്ടാണ്, നബി തങ്ങളെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്, ആ പ്രവാചകരെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് എനിക്ക് കിട്ടിയത്, എനിക്ക് ഈ സ്വർഗത്തിൽ കഴിയാനുള്ള സൗഭാഗ്യം കിട്ടിയത് എന്ന് ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട കരുനാഗപ്പള്ളിയുള്ള മുസ്ലിമീങ്ങളെ, ഉമ്മമാരെ, ഭർത്താവ് ജോലിക്ക് പോകുമ്പോ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സഹോദരിമാരെ, സ്വലാത്ത് ചൊല്ലണേ, ചൊല്ലണേ. മദീന നിസാരമല്ല, അവിടുത്തെ രാജകുമാരൻ ഒരു സാധാരണക്കാരനല്ല. ഹബീബായ നബി തങ്ങൾ ഉറങ്ങുന്ന പുണ്യമായ മദീന, ആ മദീനയെ കുറിച്ച് റസൂലുള്ളാഹി വാചാലനാവുകയാണ്. ലാ യകീദു അഹ്ലുൽ മദീന, ലാ യകീദു അഹദുൻ അഹ്ലൽ മദീന ഇല്ലാ അൻമാ കമാ യൻമാഉൽ മിൽഹു ഫിൽ മാ. മദീനക്കാരെ ആരെങ്കിലും ശത്രുത വെച്ചാൽ, മദീനക്കാരെ ആരെങ്കിലും വഞ്ചിച്ചാൽ, മദീനക്കാരെ ആരെങ്കിലും വഞ്ചനയിലൂടെ നോക്കിയാൽ, ഇല്ലാ അൻമാ കമാ യൻമാഉൽ മിൽഹു ഫിൽ മാ, ഉപ്പ് വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നത് പോലെ അവൻ ഈ ദുനിയാവിൽ നശിച്ചു പോകുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. റസൂലുള്ളാഹി മാത്രമല്ല, ആ റസൂലുള്ളാഹി ഉറങ്ങുന്ന മണ്ണിനെയും പ്രണയിക്കണം. അതുകൊണ്ടാണ് ഹജ്ജിന് വേണ്ടി പോകുന്ന ആളുകൾ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട് സിയാറത്ത് ചെയ്തു വരുന്നില്ലയോ? അല്ലാഹുവേ, ഞങ്ങൾക്കും അതിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹബീബായ നബി തങ്ങളെ പ്രണയിക്കണേ, ആ റസൂലുള്ളാഹിയെ പ്രണയിക്കാൻ അതിലൂടെ മദീനയുടെ തിരുചാരത്തെത്തിക്കൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് എന്ന കൺകുറുക്ക് സലാത്ത് സലാം ചൊല്ലാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഖബറിലുള്ളതാകുന്ന ശിക്ഷകൾ, അവിടുത്തെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മൾ ഉറപ്പെടുത്തി. ഒന്ന് ഖുർആൻ പാരായണം. ആ ഖുർആൻ പാരായണത്തിൽ നിന്ന് സൂറത്തുൽ മുൽക്ക് പതിവാക്കുക. രണ്ടാമത്തേത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അലിഫ് ലാം മീം സജദ പതിവാക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. മൂന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിക്കുക. എങ്ങനെ പ്രണയിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. നബിയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരിക. നബിയുടെ സുന്നത്താണ് താടി വെക്കുക എന്നുള്ളത്. കഴിയുന്ന സഹോദരങ്ങൾ അത് ചെയ്യുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. കഴിയുന്നവരെ ചെയ്യുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. വലിയ താടി, മുസ്ലിയാരുടെ താടി വേണമെന്ന് പറഞ്ഞാൽ അത് വേണ്ട. നാടന്മാരുടെ ഒരു ചെറിയൊരു താടി, ഉള്ള താടി വേണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉസ്താദുമാർ അവരുടെ താടിയും വേണം. ഒരു പിടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താടി ഉണ്ടായിരുന്ന ഒരു പിടിയാണ്. അപ്പൊ അത്രയും അവർക്ക് വേണം. അപ്പൊ അങ്ങനെ ഓരോന്നും നമ്മൾ സുന്നത്തുകൾ ഓരോ വർഷം നമ്മൾ ഒരു 10 സുന്നത്ത് വീതം അങ്ങനെ കൊണ്ടുവന്ന് നോക്കി. അൽഹംദുലില്ലാ, വലിയ മാറ്റമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബി അങ്ങനെ പ്രണയിക്കുക, ഇഷ്ടപ്പെടുക. അതിലൂടെ നമ്മൾ എവിടെ എത്തിച്ചേരും? സുബ്ഹാനല്ലാഹ്. ഖബറിലേക്ക് എത്തുമ്പോൾ ഖബറിലെ ചോദ്യത്തിന് ഇളവുണ്ടാകും, ഉത്തരം കിട്ടാൻ എളുപ്പമാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബിയെ കാണിച്ചുകൊണ്ട് ചോദിക്കുക, ആരാണ് ഇത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്നവരോട് ഓക്കെ അടിക്കാൻ, ടിക്കറ്റ് അടിച്ചു വിടുക. വെപ്പം തന്നെ സ്വർഗ്ഗം കാണിച്ചു കൊടുക്കുക മാത്രമല്ല, ഫുതിഹത് ലഹു അബ്വാബം മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നുള്ള വാതിലുകൾ അവന്റെ മുന്നേ മലർക്ക തുറക്കപ്പെടുകയാണ്. വയുഫ്സഹു ലഹു മദ്ദൽ ബസർ, കണ്ണെത്താ ദൂരത്ത് ഖബർ വിശാലമാക്കപ്പെടുകയാണ്. തീർന്നില്ല. വയുഫരിശു ലഹു ഫിറാശം മിനൽ ജന്ന, സ്വർഗ്ഗത്തിലെ വിരിപ്പവനെ ഖബറിൽ തന്നെ വിരിച്ചു കൊടുക്കപ്പെടുകയാണ്. സ്വർഗീയ ആസ്വാദനം ഖബറിൽ വെച്ചുകൊണ്ട് തന്നെ അവൻ ആസ്വദിക്കുകയാണ്. സ്വർഗീയ പാനീയങ്ങൾ അവന് കൊതിക്കുകയാണ്. സ്വർഗീയ ഭക്ഷണങ്ങൾ ഖബറിൽ വെച്ചുകൊണ്ട് ഭുജിക്കാൻ അവന് കഴിയുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖബറിൽ വെച്ച് തന്നെ കിട്ടും. പിന്നെ അങ്ങോട്ട് വേറെ, പിന്നെ മഹ്ശറോടത്ത് വിചാരം കഴിഞ്ഞ് പിന്നെ സ്വർഗ്ഗത്തിലേക്ക്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കണം. പിന്നെ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അത് 100 പ്രാവശ്യം. അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നും കൂടി ആവർത്തിക്കുന്നു. ഏതൊക്കെ? ഒന്ന് ഖുർആൻ പാരായണം. അതിൽ തന്നെ ഏത്? സൂറത്തുൽ മുൽക്ക്. രണ്ടാമത്തേത് അലിഫ് ലാം മീം സജദ സൂറത്ത്. മൂന്നാമത്തേത് ഇസ്തിഗ്ഫാർ. നാലാമത്തേത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്നേഹം, മഹബ്ബത്ത്, അത് എപ്പോഴും ഉണ്ടാവും. എനിക്ക് നബിയോട് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞ് നബിദിനത്തിന് കൊടി പിടിച്ചാണെന്നാ മാത്രം പോരാ. നബിയുടെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കണം. ഖുർആൻ ഓതണം, ദിക്ർ ചൊല്ലണം. നബി തങ്ങളുടെ തിരുസുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ.